എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ കാസർഗോഡുള്ളതാകുന്ന ചുള്ളന്മാരും ചുള്ളത്തികളും ഉള്ളതായ നാടല്ലയോ അള്ളാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുവാൻ മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന തലത്തിലേക്ക് സ്വഹാബത്ത് അടങ്ങിയിരിക്കുന്ന നാട്ടിൽ നിന്ന് മോശമാകുന്ന ചരിത്രത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായ സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ നാളെ ആഖിറത്തിൽ ഖേദമാണ്. ഈ ദുനിയാവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാര് ധരിക്കുന്നത് പോലെ ബനിയൻ ധരിച്ചുകൊണ്ട് ടൈറ്റാകുന്ന ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം യുവതികളില്ലേ, സഹോദരിമാരില്ലേ? ആഖിറത്തെ പറ്റി ചിന്തിക്കണേ, ഖബറിനെ പറ്റി ഓർക്കണേ. എന്തിനീ ദുനിയാവിൽ തന്നെ നീ ജീവിതകാലം എത്ര കാലം ജീവിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമേറ്റുകൊണ്ടാണ് നീ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണേ. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. ഒരു പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാണ് സ്വഹാബ. അവൾ പെണ്ണ് ശരീരത്തിന്റെ നഗ്നതകൾ മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ പിശാച് അവളിലേക്ക് ജനങ്ങളെ വെളിവാക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശരീരം മുഴുവനും നഗ്നതയാണ്. അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്നൊരു പെണ്ണ് തല മുതൽ കാലിന്റെ നഖം വരെ മറച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അന്യരിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. അന്യരായ ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി മറ പിടിച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തന്നെയാണ്. ഇന്ന് പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീ എടുത്തു, സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷനെടുത്തു. ആണിപ്പോൾ. അതുകൊണ്ടെന്താ, നബി തങ്ങളുടെ ശാപം നമുക്ക് ഏറ്റി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചുവത്രേ. എന്താണ് ഈ പറയുന്നത്? കാരുണ്യത്തിന്റെ കേദാരമാകുന്ന പരിശുദ്ധ പ്രവാചകർ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ ഇന്ന് വരെ ഒരാളെയും ശപിച്ചിട്ടില്ല. ഒരു കളവ് പറയുകയോ കളവ് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. ഒരാളെ പോലും നോവിക്കാത്ത പ്രവാചകരല്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകന് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തതായ സ്വഹാബി പറയുകയാ, ഖദിംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഖിദ്മത്ത് എടുത്തു 10 സനവാതിൻ, 10 കൊല്ലം പ്രവാചകർക്ക് താങ്ങായി തണലായി വർത്തിക്കാനുള്ളതായ വലിയ അവസരം ഈ പാപിയായ എനിക്ക് ലഭിച്ചതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, എന്തിനാണ് അനസേ നീ അത് ചെയ്തത്, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ഇന്ന് വരെ എന്നോട് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രവാചകൻ, പരിശുദ്ധ പ്രവാചകന് സ്വഭാവ വിശേഷണമാണ്, മുതലാളിയാണ്. എന്നിട്ട് പോലും തന്റെ തൊഴിലാളിയോട് പെരുമാറേണ്ട രീതി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലോകൈക ഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ ഒരാളോട് പോലും മോശമാകുന്ന രീതിയിൽ പെരുമാറാത്തതായ പ്രവാചകൻ, ഒരേ ശനി പറയാത്ത, ഒരു ഭീഷണിപ്പെടുത്താത്ത, ഒരു മോശമാകുന്ന വർത്തമാനം തന്റെ നാവിൽ നിന്ന് ഇന്ന് വരെ വരാത്ത,
ഒരു പരദൂഷണം പോലും ഏർപ്പെടാത്ത പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഒരു പുരുഷനെ ശപിച്ചു അത്രേ. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല. ചെറുപ്പക്കാരാ സഹോദരാ, ഇച്ചിലങ്കോട് മഖാമിൽ റാഫി ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു അടക്കം റാഫി റഹ്മത്തുള്ളാഹി അടക്കമുള്ളതാകുന്ന മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ തിരുസവിധത്തിലെത്തിക്കൊണ്ട് അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കടന്നു വന്നതായ സമൂഹമേ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, സ്വഹാബത്തിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് രാവും പകലും പരിശുദ്ധമായ മസാറിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദരാ സഹോദരി, നിന്റെ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരുമായി നിന്റെ ജീവിതത്തിൽ കൂടിക്കലരാൻ പാടില്ല. പഠിച്ചു വെക്കേണ്ടതാണ് നിന്റെ വസ്ത്രവിധാനം. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല യൽബസു ലിബ്സതൽ മർആ. സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെ ആദരവായ പ്രവാചകൻ തന്നെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ശപിച്ചുവത്രേ. തീർന്നില്ല. വൽ മർഅത്തല്ലതി തൽബസു ലിബ്സതർ റജുലി. ഒരു പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാര് ധരിക്കുന്നത് പോലെ ബനിയൻ ധരിച്ചുകൊണ്ട് ടൈറ്റാകുന്ന ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം യുവതികളില്ലേ, സഹോദരിമാരില്ലേ, ആഖിറത്തെ പറ്റി ചിന്തിക്കണേ. ഖബറിനെ പറ്റി ഓർക്കണേ. എന്തിനീ ദുനിയാവിൽ തന്നെ നീ ജീവിതകാലം എത്ര കാലം ജീവിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമേറ്റുകൊണ്ടാണ് നീ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണേ. പുരുഷന്മാര് സ്ത്രീകളുടെ വസ്ത്രവിധാനം, സ്ത്രീകൾ പുരുഷന്മാരുടെ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത് ആരോടാണ്? സ്ത്രീകളോട്. എന്നിട്ട് ആരാ ഇവിടെ നടക്കുന്നത്? പുരുഷന്മാർ. നെരിയാണിക്ക് താഴെ എല്ലാം 95% അങ്ങനെയാണ്. ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് തുണി കൊടുക്കാൻ പറഞ്ഞ അണ്ടർവെയറിന്റെ വള്ളി പിടിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബാക്കിയൊക്കെ ഓക്കെയാണ്, ഭയങ്കര സുന്നിയാണ്. ഈ വിഷയത്തിൽ മാത്രം ഇപ്പോഴും ഹാജിയാർ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഹാജിയാർക്ക് ആ വിഷയം മാത്രം പറയുമ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വർഷങ്ങളായിട്ട് അത് കേൾക്കുകയാണ്. ഇപ്പുറത്തൂടെ കേട്ട് 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസമാണ്. എന്നാലും തുണിയും കൊണ്ട് കയറ്റി കൊടുക്കാൻ പറയുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് എന്തായി, ഹാജിയാരും ഹാജിയാരുടെ മക്കളും കുടുംബങ്ങളും പരമ്പരകളും ഒക്കെ തന്നെ തുണി നിലത്തൂടെ വലിച്ചഴിച്ചടക്കുക. നാട് വൃത്തിയാക്കിക്കൊണ്ട് ജോലി അവർക്കാണ്, തൂപ്പ് ജോലി. നിലത്തൂടെ ഇങ്ങനെ തുണി വലിച്ചഴിച്ചുകൊണ്ട് നടക്കുക. അതിൽ മാത്രം എല്ലാവർക്കും ഒരു വിഷമം. നരക നിർബന്ധമായ വിഭാഗമാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഒരു വിഷയമില്ല, ഒരു കുലുക്കോ ഇല്ല. ആണോ അല്ലയോ? പെണ്ണിന്റെ വസ്ത്രവിധാനാണത്. എങ്ങോട്ട്? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പെണ്ണിനോട്, ധരിക്കുന്നതോ പുരുഷൻ. പെണ്ണോ ബർമുഡ ട്രയാങ്കിൾ ആനിട്ടോണ്ട് നടക്കുക, ബർമുഡ ഇട്ടോണ്ട് നടക്കുക. പെണ്ണുങ്ങൾ 3/4 പേരെ കയറ്റി മുട്ടിന് മേളോട്ട് കയറ്റി വെച്ചിരിക്കാൻ, തൊടയൊക്കെ കാണിച്ച് ആചാരെ ഇളക്കി, അങ്ങനെയാണ് നടക്കുക. പെണ്ണുങ്ങൾ നേരെ തിരിഞ്ഞ് എന്നെ നിബിധങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എത്തിപ്പോയി നമ്മുടെ സമൂഹം? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, തുർഖി ശിബ്റൻ മിനൽ സൗബി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ, സ്ത്രീകൾ അവരുടെ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. തുർഖി ശിബ്റൻ മിനൽ സൗബി. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തണം. ആര്? സ്ത്രീകൾ. ഉടനെ സ്വഹാബത്തിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ് റസൂലേ. ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ്. മരുഭൂമിയിലുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും കാലെടുത്തു വെക്കുമ്പോ ഒരുപക്ഷേ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും
കാലിന്റെ അടിഭാഗം കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ, എന്ത് ചെയ്യണം ഹബീബേ? നല്ല ക്വസ്റ്റ്യനാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്കും അതുപോലെ നല്ല പൊക്കമുള്ള സ്ഥലത്തേക്കൊക്കെ കാല് വെച്ചിങ്ങോട്ട് കയറുമ്പോ താഴെ നിൽക്കുന്നവന് കാണാം. എല്ലാം കണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലപ്പോ എന്താ, എത്ര ഒരു ചാണ് താഴ്ത്തിയിട്ടാലും, പർദ്ദയാണെങ്കിലും മറ്റെന്ത് വസ്തുവാണെങ്കിലും ഒരു ചാണൊക്കെ താഴ്ത്തിയിട്ടാലും കാലിന്റെ അടിഭാഗമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നബിയെ എന്ത് ചെയ്യണം? അപ്പൊ നബി എന്താ പറഞ്ഞത്? അത് മതി എന്നാണോ പറഞ്ഞത്? കേക്ക് ഹദീസ് ഒക്കെ പഠിക്കണ്ടേ, ഉമ്മത്ത് പഠിക്കണ്ടേ? فقال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫദിറാഅൻ ഫദിറാഅ, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് ഒട്ടകത്തിന്റെ പുറത്തേക്കോ ഒട്ടകക്കട്ടിലേക്കോ കയറുമ്പോ നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ അഥവാ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ തൊലി വെളുപ്പ് പോലും മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. ഫദിറാഅൻ ഫദിറാഅ, ഓരോ മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരോടാണിത് പറയുന്നത്? എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ കാസർഗോഡുള്ളതാകുന്ന ചുള്ളന്മാരും ചുള്ളത്തികളും ഉള്ളതായ നാടല്ലയോ നാടല്ലയോ? അല്ലാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുവാന് മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന തലത്തിലേക്ക് സ്വഹാബത്ത് അടങ്ങിയിരിക്കുന്ന നാട്ടിൽ നിന്ന് മോശമാകുന്ന ചരിത്രത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായ സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ? നാളെ ആഖിറത്തിൽ ഖേദമാണ്, ആഖിറത്തിൽ വലിയ വിപത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ദുനിയാവ് ശാശ്വതമാണെന്നോ? ഒരാൾക്കും ശാശ്വതമല്ല.